ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം എടുത്ത ആൾക്കാർ അതിന്റെ നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ആൾക്കാർക്കും ഒരുപാട് ഡൗട്ട് അതിനകത്ത് ഉണ്ട് എന്നും പിന്നെ പല ആൾക്കാർക്ക് ഇതിനകത്ത് അംഗത്വം എടുക്കാൻ ആഗ്രഹമുണ്ടെന്നും എടുത്ത ആൾക്കാർക്ക് കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ നിലവിൽ ഇന്നത്തെ ദിവസം 19/1/2025 അതിൻ്റെ സൈറ്റ് ഡൗൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി കുറേ ആൾക്കാർ ഒന്നിച്ച് കയറിയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സൈറ്റ് എന്തെങ്കിലും വർക്കിൻ്റെ ഭാഗമായിട്ട് ടെമ്പററി ഡൗൺ ആണ്. അതെന്തായാലും പെട്ടെന്ന് തന്നെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കുന്നതും അതിൻ്റെ നമ്പർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേ ആൾക്കാർക്ക് സംശയമുള്ളത് കൊണ്ട് എല്ലാ ആൾക്കാർക്കും ഇൻഡിവിജ്വലി മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കണമെന്ന് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല. ഇങ്ങനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ താല്പര്യമുള്ള, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഉള്ള, ഇതിൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനകത്ത് അംഗത്വം എടുക്കാം. അംഗത്വം എടുക്കാനുള്ള രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് 200 രൂപയാണ്. 200 രൂപയും അതിന് വേണ്ട ഡോക്യുമെൻസും നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അക്ഷയ സെൻറ്റർ വഴിയോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ മാസവും അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, മന്ത്ലി കോൺട്രിബ്യൂഷൻ അങ്ങോട്ട് അടക്കണം. അത് പ്രവാസി, ഇപ്പം നിലവിൽ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ 350 രൂപയാണ് മാസം വരിക. എല്ലാ മാസവും ഈ 350 രൂപ വെച്ച് എന്ത് ചെയ്യണം, അടക്കണം. ഇനി അതല്ലാത്ത ക്രൈറ്റീരിയയിൽ വരുന്ന രണ്ടാൾക്കാരുണ്ട്, അവർ മാസം 200 രൂപ വെച്ച് അടക്കണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇങ്ങനെ അടക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് മെച്ചമുള്ളതെന്നൊക്കെ ആയിരിക്കും പലപ്പോഴും പല ആൾക്കാരും ചിന്തിക്കുക. ഇതിനകത്ത് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ചികിത്സാ സഹായമുണ്ട്, അതേപോലെ പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ഞാൻ അതിനെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആനുകൂല്യമുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഈ സ്കീമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു പെൻഷൻ പദ്ധതിയാണ്. അപ്പോൾ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, എൻ്റെ പേര് ഷബീർ അലി എന്നാണ്. ആക്ച്വലി എൻ്റെ ജോലി ഈ പറഞ്ഞ സർവീസ് കൊടുക്കുന്നത് എൻ്റെ ജോലിയുടെ ഭാഗമല്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിസിനസ്സുകാർക്ക് വേണ്ട കൺസൾട്ടേഷൻ, പിന്നെ നിങ്ങൾ അതിനകത്ത് തൊട്ടുമുമ്പുള്ള വീഡിയോയിൽ കണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു അക്കാഡമിയാണ്. അക്കാഡമി ഫോർ പ്രൊഫഷണൽ സ്റ്റഡീസ്, CA, CMA, ACCA പോലെയുള്ള കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ പല ആൾക്കാരും അതിനകത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ നമ്പറിൽ കാണുന്നവർക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ ആൾക്കാർക്കും 1 by 1 റിപ്ലൈ കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് ഒരുപാട് മെസ്സേജ് വന്നപ്പം എനിക്ക് അത്രയും തിരിച്ച് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനി പ്രവാസി ക്ഷേമനിധി നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് നോക്കാം. ഞാൻ ഫുൾ ഡീറ്റെയിൽ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഏറ്റവും ജനസേവന കേന്ദ്രത്തിലോ അക്ഷയ സെൻറ്ററിലോ ഒക്കെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഗുണം. നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ടും ചെയ്യാം. അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഇതിൻ്റെ കമൻ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി പ്രവാസി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് എന്ത് ഗവൺമെൻറ് പദ്ധതിയാണെങ്കിലും അതിനെ എതിർത്തും അനുകൂലിച്ചും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാൻ എതിർക്കുന്നതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല. പല ആൾക്ക് പല കാരണങ്ങളുണ്ടാവാം. ബട്ട് ഇങ്ങനെ നമ്മൾ മാസാമാസം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസക്ക് നമുക്ക് എന്താണ് ബെനിഫിറ്റ് കിട്ടുക, അതാണ് നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ 2-3 ക്രൈറ്റീരിയ ഉണ്ട്. ഒന്ന്, 18 വയസ്സിനും 60 വയസ്സിനും അടക്കമുള്ള ഒരാൾക്കാണ് ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പറ്റുക. ഇതിൻ്റെ പെൻഷൻ ആനുകൂല്യം കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് 60 വയസ്സ് കഴിഞ്ഞാൽ മാസാമാസം ഒരു പൈസ നിങ്ങൾക്ക് പെൻഷനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം 5 വർഷം ഇതിനകത്തേക്ക് എന്ത് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ 35 വയസ്സോ 30 വയസ്സോ 40 വയസ്സൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അവർ ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുത്താൽ ഈ 60 വയസ്സ് വരെ അതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടേ എന്നുള്ള ചോദ്യം വരും. അവരും ഇതിനകത്ത് എല്ലാ വർഷവും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കോൺട്രിബ്യൂഷൻ അടക്കണം. അപ്പോൾ അവർക്ക് എന്താണ് മെച്ചം? അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്തുതരാം. ഈ പ്രവാസി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ മാസാമാസം കോൺട്രിബ്യൂഷൻ ഇട്ട് കഴിഞ്ഞാൽ, കോൺട്രിബ്യൂഷൻ ഇടുന്നതിന് മുമ്പ് ഒരു ക്രൈറ്റീരിയ പറയണമല്ലോ. പ്രവാസത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കാം. ഇപ്പോൾ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. 2, വിദേശത്ത് ജോലി ചെയ്ത് 2 വർഷമെങ്കിലും ജോലി ചെയ്ത് അതിന് ഇവിടെ നാട്ടിൽ സ്ഥിരതാമസമാണെന്ന് രേഖയുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. 3, കേരളത്തിന് പുറത്ത് ഒരു 6 മാസത്തിൽ കൂടുതലായിട്ട് അന്യ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന മലയാളികൾക്കും എന്ത് ചെയ്യാം, ഈ പദ്ധതിയുടെ ഗുണം എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെമ്പർഷിപ്പ് എടുക്കാൻ മെമ്പർഷിപ്പ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു 200 രൂപ നമുക്കതിന് ഫീസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, പ്രവാസ ലോകത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ 350 രൂപയാണ് ഇതിൻ്റെ മന്ത്ലി കോൺട്രിബ്യൂഷൻ. അങ്ങനെ പറഞ്ഞാൽ ഒരു വർഷം 4200 രൂപ വരും. മറ്റേ 2 കൂട്ടർക്ക്, നാട്ടിൽ തിരിച്ചെത്തിയ ആൾക്കാർ, അതേപോലെ അന്യ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർ മന്ത്ലി 200 രൂപയാണ് നിലവിൽ കോൺട്രിബ്യൂഷനായിട്ട് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. ഇങ്ങനെ കൊടുത്ത് 5 വർഷം എങ്കിലും ഇതിനകത്ത് കോൺട്രിബ്യൂഷൻ കൊടുത്ത ആൾക്ക് 60 വയസ്സ് തികഞ്ഞാലേ പെൻഷൻ കിട്ടുള്ളൂ. അപ്പോൾ പെൻഷൻ കിട്ടേണ്ട ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 60 വയസ്സാണ്. അപ്പോൾ നിലവിൽ ഈ പദ്ധതി തുടങ്ങുന്ന സമയത്ത് 1000 രൂപയാണ് പെൻഷൻ പറഞ്ഞത്. അതിപ്പോൾ കാലം കൂടി 2000 ഇപ്പം 3500 ഇനി 4, 5, 8 വർഷം കഴിയുമ്പോൾ ഇത് 5000 10000 ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം, മാറാം.
ഞാൻ ഗവൺമെന്റ് അല്ല, പക്ഷെ അതിന്റെ പെൻഷൻ പദ്ധതി ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പണം എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ഈ 3500 രൂപ വെച്ച് മാസം കിട്ടും. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറയുന്നതാണ്, 20 കൊല്ലം ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് ഒരു 40 വയസ്സുള്ള ഒരാൾ ഈ പദ്ധതിയിലേക്ക് മെമ്പർ ആയി കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും? 60 വയസ്സാകുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും? സിമ്പിളായിട്ട് പറയാം, 20 കൊല്ലം 5 കൊല്ലമെങ്കിലും മിനിമം അടച്ചാലാണ് ആനുകൂല്യം കിട്ടുക. 20 കൊല്ലം അടച്ചാൽ എന്തെങ്കിലും ഈ ആനുകൂല്യം കൂടുതലുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് കണക്കുണ്ട്. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഒരു 10,000 രൂപ പെൻഷൻ കിട്ടുന്ന തുക വെച്ച് പറയാം. ഇപ്പം നിലവിൽ 10,000 രൂപയാണ് അതിനകത്ത് പെൻഷൻ കിട്ടുന്നത് എങ്കിൽ നമ്മൾ 20 കൊല്ലം ഇതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താൽ 5 കൊല്ലം കഴിഞ്ഞ് ബാക്കി 15 കൊല്ലം എക്സ്ട്രാ ആണ് ഇയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അഡീഷണൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഓരോ വർഷത്തിനും ആ സമയത്ത് കിട്ടുന്ന പെൻഷൻ തുകയുടെ 3% എക്സ്ട്രാ കിട്ടും. അപ്പോൾ 15 വർഷം അഡീഷണൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാൾക്ക് ആ സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷന്റെ 15 × 3%, 45% അധികം കിട്ടും. അപ്പോൾ കണക്ക് പറഞ്ഞാൽ 10,000 രൂപയാണ് ഇപ്പോൾ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന തുകയെങ്കിൽ അയാൾക്ക് 14,500 രൂപ എന്ത് കിട്ടും? പെൻഷൻ കിട്ടും. ഈ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാസം കിട്ടുന്നതല്ല, എല്ലാ മാസവും കിട്ടുന്നതാണ്. അപ്പോൾ ഒരു വർഷം 12 മാസം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കണക്കാലോചിച്ച് നോക്കുക. അപ്പോൾ ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാണ്. നിലവിൽ മന്ത്ലി ഒരു പ്രവാസി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് 4,200 രൂപയാണ്. ഒരു വർഷം 60 വയസ്സ് കഴിഞ്ഞ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു വർഷം ഈ പെൻഷൻ ഇനത്തിൽ ഒരു പ്രവാസിക്ക് കിട്ടാവുന്ന തുക എന്ന് പറയുന്നത് 42,000 രൂപയാണ്. കണക്കൂട്ടിക്കേ. അപ്പോൾ ശരിക്കും ആലോചിച്ച് നോക്കുക, 350 രൂപ വെച്ചിട്ട് 10 കൊല്ലം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്താൽ 42,000 രൂപയാവുള്ളൂ. പക്ഷേ 60 വയസ്സ് കഴിഞ്ഞ് ഒരു വർഷം കൊണ്ട് നമുക്ക് 42,000 രൂപ കിട്ടും. ഇനി നമ്മളിപ്പോൾ ഇടുന്ന പൈസയാണ് 350, ഇപ്പോഴത്തെ പെൻഷൻ തുകയാണ് 3,500 രൂപയും. അതൊരു 5 വർഷം കഴിയുമ്പോൾ മേ ബി ഈ പെൻഷൻ എന്താവും? 5,000 രൂപയോ 6,000 രൂപയോ ഒക്കെ ആവും. അപ്പോൾ അതിന് ആനുപാതികമായിട്ട് നമുക്ക് എന്ത് ചെയ്യും? പെൻഷൻ ആനുകൂല്യം ഡെവലപ്പ് ചെയ്യും. ഇനി അഥവാ നമ്മുടെ കാലശേഷം നമ്മുടെ ഇപ്പം ഭാര്യമാർക്കൊക്കെ അതിൻ്റെ നിലവിൽ അന്നേരം കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ്റെ പകുതിയും കൂടി കിട്ടും. ഇതാണ് ഏറ്റവും ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്ന പോയിന്റ്. പിന്നെ ഇതിൻ്റെ പുറമെ ഇപ്പോൾ ചികിത്സാ സഹായം 50,000 രൂപ കിട്ടും. അതേപോലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്നുണ്ട്. അപ്പോൾ പലതുള്ളി പെരുവെള്ളം എന്നുള്ള നിലയിൽ ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻ ആണെങ്കിലും ചെറുകിട വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന ചെറിയ വരുമാനമുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഒരു ആവത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതിയാണ്. ഇതിന് നെഗറ്റീവ് കാണുന്നവരുണ്ട്. ഇപ്പം 5,000, 10,000, 20,000 ദിർഹംസൊക്കെ ശമ്പളമുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഈ പദ്ധതിയെക്കുറിച്ചൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആലോചിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനൊരു പദ്ധതിയുണ്ട്, ചികിത്സാ സഹായം കിട്ടാൻ ഉള്ള കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത്. ഒന്ന്, നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. അതിന് നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും സ്കാൻ ചെയ്ത കോപ്പിയും കാര്യങ്ങളൊക്കെ വേണം, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ മാസം അടക്കേണ്ട പൈസ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ എന്ത് ചെയ്യാനും പറ്റും? അടക്കാനും വേണ്ടി പറ്റും. എല്ലാത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ മലയാളികളായതുകൊണ്ടാണെന്ന് അറിയില്ല, എന്തിനെക്കുറിച്ചും രണ്ട് കുറ്റം പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു തെറ്റാണെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. പിന്നെ സർക്കാർ സംബന്ധമായ പദ്ധതിയും കൂടി ആയതുകൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, എല്ലാ ഉദ്യോഗസ്ഥന്മാരും നല്ലതാണെന്നോ എല്ലാ ഉദ്യോഗസ്ഥന്മാരും മോശമാണെന്ന് പറയാൻ ഞാനില്ല. ചില ആൾക്കാർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മളോട് സഹകരിക്കണമെന്നില്ല. പക്ഷെ ഒരു പദ്ധതി പൂർണ്ണമായിട്ട് മോശമാണെന്ന് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഇതിനെ കൊണ്ട് ഗുണം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. അവരുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോക്ക് ശേഷം തന്നെ ഒരുപാട് ആൾക്കാരായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരും പറയുന്നത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക, ഗുണമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും താഴെ കൊടുക്കുന്നുണ്ട്. ഇതൊരു മോശമുള്ള ഏർപ്പാടല്ല. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾ മന്ത്ലി ഒരു ദിവസം ഒരു ബിരിയാണി കഴിക്കുന്ന പൈസയാണ് ഇതിൻ്റെ കോൺട്രിബ്യൂഷനൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഒരു പലതുള്ളി പെരുവെള്ളം എന്നുള്ള രീതിയിൽ ഒരു ഭാവിയിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായിട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, മിനിമം 5 വർഷം കോൺട്രിബ്യൂട്ട് ചെയ്യണം. എന്നാലേ ഈ അടക്കുന്ന പൈസ തിരിച്ച് കിട്ടുള്ളൂ, മാസം തിരിച്ച് കിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ബാക്കിയുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം, പറയാം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു.